എൻ്റെ പേര് ഗ്രേസി എബ്രാഹാം. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. എൻ്റെ അമ്മച്ചി നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിൽ വന്നാണ് മരിക്കാനിടയായത്. 2000 ആണ്ടിൽ. പിന്നെ മരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മച്ചിയുടെ പല സാധനങ്ങളും വീട്ടിലുണ്ടായിരുന്നു. ബോഡി ഇവിടെ നിന്ന് നാട്ടിലേക്ക് തന്നെ കൊണ്ടുപോയി. പക്ഷെങ്കിൽ അപ്പോഴത്തെ വെപ്രാളവും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ആ വെപ്രാളത്തിൻ്റെ എല്ലാം സമയത്ത് അമ്മച്ചിയുടെ പല്ല്, കൊന്ത, വെന്തിങ്ങ, പിന്നെ കണ്ണാടി, പിന്നെ പല വസ്ത്രങ്ങളും എല്ലാം വീട്ടിൽ തന്നെ ഇരുന്നു. അപ്പോൾ ഈ പല്ല് വീട്ടിലുള്ളത് മ്യൂസിയത്തിലൊക്കെ സൂക്ഷിക്കുന്ന പോലെ സോപ്പ് ഡിഷിലിട്ടിട്ട് അമ്മച്ചിയുടെ ചിരിക്കുന്നത് എപ്പോഴും കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് ഷെൽഫിൽ തന്നെ വെച്ചു. ഇങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഒരു സമാധാനവും സന്തോഷവും ഇല്ലാത്ത ജീവിതമാണ് നയിച്ചു വന്നത്. അമ്മച്ചി മരിച്ചു കഴിഞ്ഞിട്ട് വീട്ടിൽ എനിക്ക് പെട്ടെന്നൊരു ആക്സിഡൻ്റ് ഉണ്ടായി. പിന്നെ ഹസ്ബൻഡിന് സുഖമില്ലായിരുന്നു. ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയായിരുന്നു. പിന്നെ രണ്ടാമതും എനിക്ക് ആക്സിഡൻ്റ് ഉണ്ടായി. ഇങ്ങനെ പല പല കാരണങ്ങളാൽ ഞങ്ങൾ തമ്മിൽ ഭയങ്കരമായ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയനും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും വഴക്കും. വഴക്കെന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ടുള്ള വഴക്കേ ഉള്ളൂ. ഞാനും ഒന്നും വിട്ടുകൊടുക്കുകയില്ലായിരുന്നു. ചുമ്മാ എന്തിനാ ഇങ്ങനെയെല്ലാം പറയുന്നത് എന്ന് വിചാരിച്ച് ഞങ്ങൾ തമ്മിൽ പലപ്പോഴും വഴക്ക് കൂടും. പക്ഷെങ്കിൽ ഇങ്ങനെ വഴക്ക് കൂടി പിന്നെ ഒരു സമാധാനവും സന്തോഷവും ഇല്ലാത്ത ഒരു ജീവിതത്തിലൂടെ ഇങ്ങനെ കടന്നുപോയി. എന്നാൽ ഇപ്പോൾ ഈ 2025 ഗൃഹയിലെ യൂട്യൂബ് ചാനലിൽ പലരും സാക്ഷ്യം പറഞ്ഞത് കേട്ട് എനിക്ക് ബോധ്യം വന്നു. ഇപ്പം മരിച്ചവരുടെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്നത് നന്നല്ല. പ്രത്യേകിച്ച് അവരൊക്കെ റെഗുലറായിട്ട് ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ സൂക്ഷിക്കുന്നത് നന്നല്ല. പിന്നെ ഒരാൾ ചാരുകസേര കത്തിച്ചിട്ട് വീട്ടിൽ വന്ന സമാധാനത്തെപ്പറ്റി സാക്ഷ്യം പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ പല സാക്ഷ്യങ്ങളും എൽറൂഹയിലൂടെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ബോധ്യം വന്നത് ഇങ്ങനെ മരിച്ചവരുടെ സാധനങ്ങൾ സൂക്ഷിക്കുന്നത് നന്നല്ല എന്ന്. അതുകൊണ്ട് ഞാൻ അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിച്ചു വെച്ചിരുന്ന പല്ലാണ് മെയിനായിട്ട്. പിന്നെ എനിക്ക് പല്ല് കാണാൻ ഇഷ്ടമായിരുന്നു. അപ്പം മറ്റുള്ള സാധനങ്ങളും എല്ലാം കൊന്തയും വെന്തിങ്ങായും തുണികളും, പ്രത്യേകിച്ച് നേരിയത് വളരെ നന്നായിരുന്നു. ഒരു നേരിയത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതും എല്ലാം കരിച്ച് കളഞ്ഞു. നേരിയത് കളയാൻ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. ഞാനും അത് ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാം കരിച്ച് കളഞ്ഞു. അതിനുശേഷം ഞങ്ങൾ തമ്മിൽ വീട്ടിൽ സമാധാനവും സന്തോഷവും ഉണ്ട്. അതുതന്നെയല്ല, എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം ശരിക്കും മനസ്സിലാക്കാൻ കൂടെ സാധിച്ചു. അതിനു മുമ്പ് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ 25 വർഷം മുമ്പുള്ള സംഭവമാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം നേരത്തെ മനസ്സിലാക്കാൻ ശരിക്കും സാധിച്ചിരുന്നില്ല. ഇപ്പോൾ ഇതിന് ശേഷം കൂടുതൽ മനസ്സിലാക്കിയതിന് ശേഷം അതിനൊത്ത് പ്രവർത്തിക്കാനും എനിക്ക് സാധിക്കുന്നുണ്ട്. 25 വർഷമായിട്ടുള്ള ഞങ്ങളുടെ വഴക്ക് മാറി. ഇപ്പോൾ കുടുംബത്തിൽ കൂടുതൽ സമാധാനവും സന്തോഷമായിട്ട് കഴിയാൻ സാധിക്കുന്നു. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ.